أعوذ بالله السميع العليم من الشيطان الرجيم. ولقد أرسلنا نوحا إلى قومه فلبث فيهم 1000 سنة إلا 50 عاما فأخذهم الطوفان وهم ظالمون فأنجيناه وأصحاب السفينة وجعلناها آية للعالمين. وإبراهيم إذ قال لقومه اعبدوا الله واتقوه ذلكم خير لكم إن كنتم تعلمون. إنما تعبدون من دون الله أوثانا وتخلقون إفكا إن الذين تعبدون من دون الله لا يملكون لكم رزقا فابتغوا عند الله الرزق واعبدوه واشكروا له إليه ترجعون. وإن تكذبوا فقد كذب من قبلكم وما على الرسول إلا البلاغ المبين. أولم يروا كيف يبدئ الله الخلق ثم يعيده إن ذلك على الله يسير. قل سيروا في الأرض فانظروا كيف بدأ الخلق ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير. يعذب من يشاء ويرحم من يشاء وإليه تقلبون. ഇനി നമുക്ക് എടുക്കാനുള്ള ഇപ്പോൾ പാരായണം ചെയ്ത ഭാഗത്ത് ഉലുൽ അസ്മിൽപ്പെട്ട 2 പ്രവാചകരിൽ നിന്ന് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. 5 നബിമാരാണ് ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ. അതിലാദ്യം വരുന്നത് മഹാനായ നൂഹ് അലൈഹിസ്സലാം. അവ്വലു റസൂലിൻ ബഅസഹുല്ലാഹു ഇലൽ അർളി,
അള്ളാഹു ഭൂമുഖത്തേക്ക് ആദ്യമായി നിയോഗിച്ച റസൂൽ നൂഹ് അലൈഹിസ്സലാം. പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ മനഃപ്പാടമാക്കി വെക്കണം. ഇത്തരം അറിവുകൾ. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരാര് എന്ന് ചോദിച്ചാൽ നൂഹ്, മൂസ, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവർ ഉലുൽ അസ്ം, അതായത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രബോധന രംഗത്ത് നേരിട്ടപ്പോൾ അതിൽ പതറാതെ നിന്നവർ, ക്ഷമയോടെ നിലകൊണ്ടവർ, പൊറുതികേട് കാണിക്കാത്തവർ. അതിലാദ്യം പറഞ്ഞ നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് 14-ാമത്തെ വചനം തുടങ്ങുന്നത്. വലഖദ് അർസൽന നൂഹൻ ഇലാ ഖൗമിഹി. വലഖദ്, ഖദ്, അതുപോലെ ലഖദ്, അതൊക്കെ തീർച്ചയായും എന്ന തഅക്കീദ്, ശക്തിപ്പെടുത്തി പറയാനാണ് ഭാഷയിൽ ഉപയോഗിക്കുക. വലഖദ് അർസൽന, നാം തീർച്ചയായും നിയോഗിച്ചിട്ടുണ്ട്, നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിനെ, ഇലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്. ഫലബിസ ഫീഹിം, ലബിസ താമസിച്ചു, കഴിഞ്ഞുകൂടി എന്നൊക്കെയാണ് അതിനർത്ഥം. ലബിസ 3 പുള്ളിയുള്ള സ ആണ്. സീനാവുമ്പോൾ ധരിച്ചു എന്നർത്ഥം വരും. ലബിസ, അതിനാണ് മൽബസ്, ലിബാസ് എന്നൊക്കെ വരുന്നത്. അങ്ങനെ ഫലബിസ ഫീഹിം, അദ്ദേഹം അവരിൽ കഴിഞ്ഞുകൂടി, കഴിച്ചുകൂട്ടി, താമസിച്ചു എന്ന് പറഞ്ഞാൽ ദഅഉതു ഖൗമി ലൈലം വനഹാറ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ എൻ്റെ ജനങ്ങളെ ക്ഷണിച്ചു. ആ പ്രബോധനം ചെയ്ത വർഷം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. അൽഫസനത്തിൻ, 1000 വർഷം. എന്നിട്ടൊന്ന് ഒഴിവാക്കി പറഞ്ഞു, ഇല്ലാ 50 ആമ, 50 ഒഴിച്ച്. ആമ് പറഞ്ഞാൽ വർഷം. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം? 1000 എന്ന് പറഞ്ഞാൽ 50 ഒഴിവാക്കിയിട്ട് അപ്പോൾ 950 എന്നാണ് പറഞ്ഞാൽ പോരെ. അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ചെറിയ വാചകത്തിലൂടെ വലിയ വലിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക. വാക്ക് ചെറുതായിരിക്കും, അതിൽ വലിയ ആശയം ഉണ്ടാവും. അതാണ് ഒന്ന് ഇവിടെ പ്രയോഗം. ഇവിടെ ഇപ്പോൾ 950 വർഷം എന്ന് പറയണമെങ്കിൽ ഒരു അൽഫ് കൊണ്ട് തീരൂല. 3 അക്ഷരമാണ് അൽഫ്, അതുകൊണ്ട് തീരൂല. മറ്റൊന്ന്, കൃത്യമായി എണ്ണം പറയാനാണ് അങ്ങനെ പറയുന്നത്. ഉറപ്പിച്ച് പറയാം. 1000 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെയും വരാം. 900 ആവാം, 900-നും 1000-നും ഇടയിലാവാം. എത്രയെന്ന് കൃത്യമായി പറയാൻ കഴിയാതെ വരും. 1000 വർഷം 50 ഒഴിച്ച്, അപ്പം എന്തായി? 950 വർഷം എന്ന് അതിൽ നിന്നൊരു കൃത്യത ലഭിക്കാൻ. അത് ഭാഷയിലൊരു പ്രയോഗമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ഫലബിസ ഫീഹിം അൽഫസനത്തിൻ ഇല്ലാ 50 ആമ, 1000 വർഷം അദ്ദേഹം അവരിൽ താമസിച്ചു, കഴിഞ്ഞുകൂടി, 50 ഒഴികെ എന്ന് പറഞ്ഞാൽ 950 വർഷം. അങ്ങനെ ഫഅഖദഹുമു തൂഫാൻ, തൂഫാൻ എന്ന് പറഞ്ഞാൽ ജലപ്രളയം. ഫഅഖദഹും, അവരെ പിടികൂടി, തൂഫാൻ ജലപ്രളയം. വഹും ളാലിമൂൻ, അവരക്രമികളായത് നിമിത്തം. അള്ളാഹു അവരോട് അനീതിയോ അക്രമമോ കാണിച്ചതല്ല. ലോകത്താദ്യമായി ഷിർക്കിന് തുടക്കം കുറിച്ച ജനവിഭാഗമാണവർ. അങ്ങനെയാണ് അല്ലാഹുവല്ലാത്തവർ ആരാധിക്കപ്പെടുന്നത്, ഷിർക്ക് ലോകത്ത് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വൻ പാപം അവരിലുള്ളത് കാരണം, അവരതിൽ നിന്ന് തെന്നാതെ ജീവിച്ചത് കാരണം അള്ളാഹു ആ സമൂഹത്തെ ജലപ്രളയം കൊണ്ട് രക്ഷപ്പെടുത്തി. നൂഹ് അലൈഹി സ്വലാമിൻ്റെ ജനതയുടെ ചരിത്രം പറയേണ്ടതില്ല, നമുക്കറിയാം. അള്ളാഹു അദ്ദേഹത്തോട് കപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും തൻ്റെ കൂടെ വിശ്വസിച്ച 8 പേർ അല്ലെങ്കിൽ 80 പേർ, വളരെ കുറഞ്ഞ ആളുകൾ, അവരെയും അവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവൻ കപ്പലിൽ കയറ്റി യാത്ര പോകാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നൂഹ് അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുമ്പോൾ ഒരു തുള്ളി മഴ പോലുമില്ല. അതുപോലും ഈ ശത്രുക്കൾ
അദ്ദേഹത്തിനെതിരിൽ ഉപയോഗിച്ചു. കണ്ടില്ലേ, നൂഹിന് സുഖല്ല, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഈ പ്രദേശത്ത് കപ്പലുണ്ടാക്കുന്നത്, എവിടെ കപ്പലോടിക്കുക? അങ്ങനെയാണ് ഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് അടക്കം ചെയ്തു, വെള്ളം പൊട്ടി ഒഴുകി. ആ സമൂഹമാകെ, ആ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങി. അപ്പോഴാണ് നൂഹ് അലൈഹിസ്സലാമിന് ഈ കപ്പലും രക്ഷയായത്. ഇതിലേക്ക് ഈ കപ്പലിനെ ഉപമിച്ച് മാലിക് ഇബ്നു അനസ് റഹിമഹുല്ല പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അസുന്നത്തു, നബിചര്യ എന്നത് സഫീനത്തു നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. മൻ റക്കിബഹ നജ, ആ കപ്പലിൽ അന്ന് ആരൊക്കെ കയറിയോ അവരൊക്കെ രക്ഷപ്പെട്ടു. ഒമൻ തഖല്ലഫ അൻഹ ഒരിക്ക, അതിൽ കയറാതെ മാറി നിന്നവരാണ് മുങ്ങി നശിച്ചത്. ആ കപ്പലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയെ ഉപമിച്ച് പറയാണ്. എന്താ കാരണം? സുന്നത്തിലൂടെ ആര് ജീവിച്ചോ അവൻ രക്ഷപ്പെടും. സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാം. ആ സുന്നത്തുകളിലായി ജീവിച്ചവർ രക്ഷപ്പെടും. സുന്നത്തിൽ നിന്ന് അകലുന്നവരാണ് പരാജയപ്പെടുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്നുള്ളൊരു പാഠം, ആ കപ്പൽ അന്നത്തെ വിശ്വാസികൾക്ക് രക്ഷയായതുപോലെ ഇന്നത്തെ ഒരു വിശ്വാസിക്ക് രക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ചര്യകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജലപ്രളയം അവരെ പിടികൂടി അവർ അക്രമികളായത് കാരണം. ഇവിടെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്തിറക്കി നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധന കാലഘട്ടം എന്തിനാണ് പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് കാരണം പറയുന്നത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നത്തെ സത്യനിഷേധികൾ, ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള കുഫാറുകൾ, മുശ്രിക്കുകൾ, അവർ വിശ്വാസികളാകുന്നില്ലല്ലോ എന്ന ഖേദം പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവൻ തന്നെ നശിപ്പിച്ചെങ്കിലോ എന്ന് ചിന്തിക്കുമാറുള്ള പ്രയാസങ്ങൾ. അതുകൊണ്ട് തന്നെ നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹ്. തഫ്സീറിൽ കാണാം, ഇന്ന നൂഹൻ ലബിസ അൽഫസനത്തിൻ തഖ്രീബൻ ഫി ദുആ വലം യുഅ്മിൻ മിൻ ഖൗമിഹി ഇല്ലാ ഖലീൽ. നൂഹ് അലൈഹിസ്സലാം ദഅവത്ത് നിർവഹിച്ചുകൊണ്ട് 1000 വർഷം, 950 വർഷം കഴിഞ്ഞുകൂടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് വളരെ കുറച്ച് ആളുകളാണ് വിശ്വസിച്ചത്. വസ്വബറ വമാ ലൊജിറ, അദ്ദേഹം ക്ഷമിച്ചു, അദ്ദേഹം അസ്വസ്ഥനായില്ല. അതുകൊണ്ട് ഫഅൻത ഔലാ ബിസ്സബ്ർ, അള്ളാഹ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താങ്കൾ ക്ഷമിക്കാൻ ഏറ്റവും അർഹനാണ്. എന്താ കാരണം? ലിഖില്ലത്തി മുദ്ദത്തി ലുബ്സിക്, താങ്കളുടെ പ്രബോധന കാലം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലം മാത്രമാണ്, 23 വർഷമേ ഉള്ളൂ. വ കസ്റത്തി അദദി ഉമ്മത്തിക്ക, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്തിൻ്റെ എണ്ണമോ ധാരാളമാണ്. അതുകൊണ്ട് താങ്കൾ ഇവരെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നത് താങ്കൾ ഒരിക്കലും അലോസരപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കുക. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം കഴിഞ്ഞുകൂടിയ ദഅവത്ത് നിർവഹിച്ച വർഷം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് ഇറക്കി പറഞ്ഞു കൊടുത്തത് എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഅൻജയ്നാഹു, അങ്ങനെ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, നൂഹ് അലൈഹിസ്സലാമിനെ. വ അസ്ഹാബസ് സഫീനത്തി, കപ്പലിൻ്റെ ആളുകളെയും. അവിടെ അസ്ഹാബസ് സഫീന പറഞ്ഞാൽ കപ്പലിൽ കയറിയ ആളുകൾക്കാണ്. അതൊക്കെ തഫ്സീറിൽ ചർച്ചയുണ്ട്. പിന്നെ ഇസ്തദല്ല ബഅ്ളുഹും ബി ആദിഹിൽ ആയത്തി അലാ അന്ന സാക്കിനദ്ദാരി യുദ്ആ സ്വാഹിബഹ വ ഇല്ലം തകുൻ ലഹു മലിക, ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾ ആ വീടിൻ്റെ ഉടമസ്ഥനല്ലെങ്കിലും സ്വാഹിബ് എന്ന് പറയാം. അതുകൊണ്ടാണ് കപ്പലിൻ്റെ ആളുകൾ, കപ്പലിൻ്റെ ഉടമക്കാരല്ല അതിലുള്ളത് മുഴുവൻ, കപ്പലിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എന്ന ആ പ്രയോഗം. വ അസ്ഹാബ സഫീന, കപ്പലിൻ്റെ ആളുകളെയും നാം രക്ഷപ്പെടുത്തി. വ ജഅൽനാഹ, അതിനെ നാം ആക്കി, ആയത്തൻ, തെളിവാക്കി, ദൃഷ്ടാന്തമാക്കി, ലിൽ ആലമീൻ, ലോകർക്ക്. അവിടെ തഫ്സീറിൽ വ ജഅൽനാഹ, ആ ഹ എന്നത് അത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഒന്ന് അസ്സഫീന, ആ കപ്പലിനെ ഒരായത്താക്കി, ദൃഷ്ടാന്തമാക്കി പിൽക്കാലക്കാർക്ക്. മറ്റൊന്ന്
അൽ ഉഖൂബ, അവരെ ശിക്ഷിച്ച കാര്യം, അവർക്ക് ജലപ്രളയത്തിൽ അവരെ മുക്കി നശിച്ച കാര്യം, അത് അവർക്ക് ആയത്താക്കി. മറ്റൊന്ന് ലിൻ നജാത്ത്, വിശ്വാസികളെ ആ കപ്പലിലൂടെ കൊണ്ടുപോയി രക്ഷിച്ച കാര്യം. ഈ 3 കാര്യം എന്താണ്? ആയത്താണ്. നമ്മൾ മുമ്പും മനസ്സിലാക്കിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ 4 അർത്ഥത്തിലാണ് ആയത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ കലാം, തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, ഇത് അള്ളാഹുവിൻ്റെ ഹക്കീമായ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്, ഖുർആനിൻ്റെ ആയത്ത്. മറ്റൊന്ന് മുഅ്ജിസാത്തുൽ അംബിയാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള നബിമാരിലൂടെ അള്ളാഹ് കാണിച്ചു കൊടുത്ത മുഅ്ജിസാത്തുകൾ, അമാനുഷിക കാര്യങ്ങൾ, അതിന് അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ച മുഅ്ജിസത്ത് എന്നല്ല, ആയത്ത് എന്നാണ്. മൂന്നാമത്തത്, കഴിഞ്ഞകാല ഇതുപോലെ നൂഹ് അലൈഹിസ്സലാം അടക്കമുള്ള കഴിഞ്ഞകാല കുഫാറുകളെ, മുശ്രിക്കുകളെ, ശത്രുക്കളെ ശിക്ഷിച്ച് അവരെ കുറിച്ച് പറഞ്ഞ ശേഷം ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്, ആയത്ത് എന്ന പ്രയോഗിച്ചത്. നാലാമത്തത് വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട്. അതാണ് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇല സമാഇ കൈഫ റുഫിയത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുത്തിഹത് എന്നതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുണ്ട്, അവൻ ഏകനാണ്, അവൻ നിയോഗിച്ച നബിമാർ സത്യമാണ്, അവൻ്റെ കലാം സത്യമാണ്, പരലോകം സത്യമാണ്, നരകം സ്വർഗം സത്യമാണ് എന്ന തെളിവുകൾ. അപ്പോൾ 4 അർത്ഥത്തിലാണ് പ്രയോഗിച്ചത്. ഇവിടെ വജഅൽനാഹ, ആ കപ്പൽ അള്ളാഹു ഒരു ദൃഷ്ടാന്തമാക്കി പിൽക്കാലക്കാർക്ക്. അവിടെ മുക്കി നശിപ്പിച്ച കാര്യം ഒരു ദൃഷ്ടാന്തമാക്കി, വിശ്വാസികളെ രക്ഷിച്ചത് ഒരു ദൃഷ്ടാന്തമാക്കി, ലിൽ ആലമീൻ, ലോകർക്ക്. വിശുദ്ധ ഖുർആനിൽ മറ്റ് പല അധ്യായങ്ങളിലും നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അംബിയായിലെ 77-ാമത്തെ വചനത്തിൽ വനസ്വർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആ ജനങ്ങളിൽ നിന്ന് നാം അദ്ദേഹത്തെ സഹായിച്ചു. ഇന്നഹും ഖാനു ഖൗമ സൗഇൻ, അവർ ദുഷിച്ച ജനവിഭാഗമായിരുന്നു. ഫഅഗ്റഖനാഹും അജ്മഈൻ, അവരെ മുഴുവൻ നാം മുക്കി നശിപ്പിച്ചു. അറാഫിൽ 64-ൽ ഫഅൻജയ്നാഹു വല്ലദീന മഅഹു ഫിൽ ഫുൽക്കി, അദ്ദേഹത്തെയും കപ്പലിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. വ അഗ്റഖനല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരെ നാം മുക്കി നശിപ്പിച്ചു. സൂറത്തുൽ ഫുർഖാനിലെ 37-ാമത്തെ വചനത്തിൽ വഖൗമ നൂഹിൻ, നൂഹിൻ്റെ ജനത ലമ്മ കദ്ദബു റുസുല, റസൂലുമാരെ കളവാക്കിയപ്പോൾ അഗ്റഖനാഹും, നാം അവരെ മുക്കി നശിപ്പിച്ചു. വജഅൽനാഹും ലിന്നാസി ആയ, അവരെ നാം മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമാക്കി. അതുപോലെ യാസീനിൽ വ ആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ, ഭാരം നിറച്ച കപ്പലിൽ നൂഹിനെയും തൻ്റെ സന്തതികളെയും നാം വഹിച്ചത് അവർക്കൊരു ദൃഷ്ടാന്തമാണ്. സൂറത്തു ഖമറിൽ വലഖദ് തറക്നാഹ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ, അവരെ ഒരു ദൃഷ്ടാന്തമാക്കി നാം അവശേഷിപ്പിച്ചു, ആരുണ്ട് ചിന്തിക്കാൻ. സൂറത്തുൽ ഹാഖയിൽ ഇന്നാ ലമ്മാ ത്വഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ, ആ വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ അവരെ നാം കപ്പലിൽ വഹിച്ചു. ലിനജഅലഹ ലക്കും തദ്കിറ, നിങ്ങൾക്കതൊരു തദ്കിറ, ഉണർത്തൽ, ഉത്ബോധനമാകാനും. വതഇയഹ ഉദുനും വാഇയ, കേൾക്കുന്ന കാതുകൾക്ക്, ശ്രദ്ധിച്ച് കേൾക്കുന്ന കാതുകൾക്ക് ഉൾക്കൊള്ളാനും അവരെ ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് തഫ്സീറിൽ കാണാം, അലാ യഅ്തബിറൂന ബിഹ അലാ അന്ന മൻ കദ്ദബ റുസുല ആഖിറു അംരിഹി അൽ ഹലാക്, റുസുലുകളെ, അള്ളാഹു നിയോഗിച്ച ദൂതന്മാരെ ആര് കളവാക്കിയാലും അവരുടെ അവസാനം അവർക്ക് നാശമായിരിക്കും. വ അന്നൽ മുഅ്മിനീന സയജഅലുല്ലാഹു ലഹും മിൻ കുല്ലി ഹമ്മിൻ ഫറജ വ മിൻ കുല്ലി ളീഖിൻ മഖറജ, മുർസലുകളെ കളവാക്കിയവരുടെ അന്ത്യം നാശമായിരിക്കും. അത് ഭൗതിക ലോകത്ത് നാശമാണ്, പരലോകത്തു നാശമാണ്. എന്നാൽ സത്യവിശ്വാസികൾക്കോ, ആ മുർസലുകളെ പിന്തുടർന്ന, അവരെ പിൻപറ്റിയ വിശ്വാസികൾക്ക് സയജഅലുല്ലാഹു ലഹും, അള്ളാഹ് അവർക്ക് നൽകും മിൻ കുല്ലി ഹമ്മിൻ ഫറജ, ഏത് മനക്ലേശവും
സമാധാനമാക്കി അവർക്ക് നൽകും. വമിൻ കുല്ലി ലീഖിൻ മഖ്റജ, ഏത് ബുദ്ധിമുട്ടിൽ നിന്നും സത്യവിശ്വാസികൾക്ക് ഒരു മഖ്റജ്, ഒരു എക്സിറ്റ്, പുറത്ത് കടക്കാനുള്ള വഴി അള്ളാഹ് കാണിച്ചു കൊടുക്കും. അതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ നിലകൊണ്ടാൽ അള്ളാഹുവിൻ്റെ സഹായം ഏത് സന്നിഗ്ധ ഘട്ടത്തിലും കിട്ടും എന്നാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. അടുത്ത ആയത്ത്, ഓ ഇബ്രാഹീമ, ഉലുൽ അസ്മിൽപ്പെട്ട രണ്ടാമത്തെ നബി ഖലീലുല്ലാഹി, ഇമാമുൽ മുവഹിദീൻ, ഇമാമുൽ അംബിയായി, മുവഹിദുകളുടെ ഇമാം, അംബിയാക്കളുടെ ഇമാം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഖലീലുള്ള, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തെ നാം ഇബ്രാഹീമ എന്ന് പറയാൻ കാരണം വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇബ്രാഹീമ, ഇബ്രാഹിം നബിയെയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലേക്ക് ഇദ് ഖാല ലി ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ നിയോഗിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഉഅ്ബുദുല്ലാഹ വത്തഖൂഹു, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. വത്തഖൂഹു, അവനെ സൂക്ഷിക്കുകയും ചെയ്യുക. തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരിഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹിൻ്റെ കൽപ്പനകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ വെടിയുക. അത്തഖ്വ അൻ തഅമല അലാ ത്വാഅത്തില്ല അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ല, അള്ളാഹുവിനെ അനുസരിച്ച് ഒരു കർമ്മത്തിൽ മുഴുകുക, അതാണ് തഖ്വ. അത് ആ കർമ്മം അള്ളാഹുവിൻ്റെ പ്രകാശം അനുസരിച്ചായിരിക്കണം ആ കർമ്മം സ്വീകരിക്കേണ്ടത്. തർജു സവാബല്ല, അള്ളാഹിൻ്റെ പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുക. വ അൻ തത്രുക മഅസിയത്തല്ല, അള്ളാഹ് വിലക്കിയ ഒരു മഅസിയത്ത്, ഒരു തെറ്റായ കാര്യം, അതിനെ ഉപേക്ഷിക്കുക, അതാണ് തഖ്വ. അലാ നൂരിൻ മിനല്ലാ, അതും എങ്ങനെ ആവണം? അള്ളാഹിൻ്റെ പ്രകാശം അനുസരിച്ച്, അള്ളാഹ് വിലക്കിയത് കൊണ്ടാണ് അതിൽ നിന്ന് വിലങ്ങുന്നത്. തഖാഫു ഇഖാബല്ല, അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ആ കർമ്മത്തിൽ, ആ തെറ്റായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, അതാണ് തഖ്വ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇബാദത്തും തഖ്വയും അതുപോലെ ഇബാദത്തും തവക്കുലും അതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഒരേ അടുത്തടുത്ത് പരാമർശിച്ചത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരാൾ ആബിദാകുക എന്ന് പറഞ്ഞാൽ അവൻ തഖ്വയുള്ളവനാണ്. തഖ്വയുള്ളവനെ അള്ളാഹുവിനെ ശരിയാവണ്ണം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തി പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞ രണ്ട് കാര്യം, ഉഅ്ബുദുല്ലാ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, വത്തഖൂഹു, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്കുത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. എന്നിട്ട് ആ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും ഇന്നമാ തഅബുദൂന, തീർച്ചയായും നിങ്ങൾ ആരാധിക്കുന്നത്, മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, ഔസാനൻ, വസനുകൾക്കാണ്. വസന്, ഔസാൻ, സ്വനമ്, അസ്നാമ്, വസന്, ഔസാൻ. സാധാരണ നമ്മൾ വിഗ്രഹം എന്ന് പറയും, സ്വനമുനും വസനും. ആ രണ്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ തഫ്സീറിൽ കാണാം. സ്വനമു എന്ന് പറഞ്ഞാൽ മാക്കാന മുസവ്വറൻ, അത് പ്രത്യേകം അള്ളാഹു അല്ലാത്ത ആളുകൾ ആരാധിക്കുന്ന ആ ആരാധ്യരെ പ്രത്യേക രൂപപ്പെടുത്തിയിട്ടുണ്ടാവും, അതാണ് സ്വനമ്. അതുപോലെ വസന് എന്ന് പറഞ്ഞാൽ മാക്കാന മിൻ ഗൈരി സൂറ, പ്രത്യേക സൂറത്തൊന്നും രൂപമൊന്നും ഉണ്ടാവില്ല. രൂപമൊന്നുമില്ലാതെ എന്തെങ്കിലും ഒന്ന് ആട്ടുക, അതിന് പൂജിക്കുക. അവിടെ വസനം എന്ന് പ്രയോഗിച്ച്, അവിടെ ഖബറ്, അവിടെ ഒരു പ്രത്യേക, ഇപ്പോൾ ആ ഖബറാളിയെ ഒരു രൂപപ്പെടുത്തിയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വസന് സാധാരണ അങ്ങനെയാണ് പ്രയോഗിക്കുക. സ്വനമ് എന്നുള്ളത് ഒരു പ്രത്യേക രൂപത്തിലാണ്. അതുപോലെ സ്വനമ് മാക്കാന മിൻ ദഹബിൻ ഔ ഫില്ലത്തിൻ ഔ നുഹാസിൻ, സ്വനമ് എന്നത് സാധാരണ ഒന്നുകിൽ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ വെള്ളി കൊണ്ട് ചെമ്പ് കൊണ്ടൊക്കെയാണ് അവർ രൂപപ്പെടുത്തുക. വസന് പറഞ്ഞാൽ ഏത് സാധനവും എവിടെയെങ്കിലും ഒന്ന് എന്തെങ്കിലും നാട്ടി വെച്ചാലോ അതിന് വസന് എന്ന് പറയുന്നർത്ഥം. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറയാം, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഇത്തരത്തിലുള്ള ചില, നിങ്ങൾ സ്വയം ചിന്തിച്ച് ആലോചിച്ചുണ്ടാക്കി നാട്ടിയ ഇത്തരം വിഗ്രഹങ്ങൾക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്.
വതഖ്ലുഖൂന ഇഫ്ക, ഖലഖാന സൃഷ്ടിച്ചു, ഇഫ്ക എന്നാൽ കള്ളം ചമച്ച് പറയാനാണ്. വതഖ്ലുഖൂന ഇഫ്ക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മേൽ കള്ളം ചമച്ച് കെട്ടുകയുമാണ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഔലായ ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, അതൊക്കെ അച്ചട്ടി പറഞ്ഞതാണ്. ഇവർ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കും, ഇവർ ഞങ്ങളെ അപകടത്തിൽ നിന്ന് തടുക്കും, ഇവർ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ നിങ്ങളെന്ത് ചെയ്യുന്നു? ഇവരെക്കുറിച്ച് തഖ്ലുഖൂന ഇഫ്ക, ഒരിക്കലും സത്യമല്ലാത്ത വ്യാജ വർത്തമാനങ്ങൾ നിങ്ങൾ അവയെക്കുറിച്ച് കെട്ടിച്ചമച്ച് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയണം, ഇന്നല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവർ, ലാ യംലികൂന ലക്കും റിസ്ഖ, മലക യംലിക്കു ഉടമപ്പെടുത്തിന, ലാ യംലികൂന ലക്കും അവർ നിങ്ങൾക്ക് ഉടമപ്പെടുത്തുന്നില്ല, റിസ്ഖൻ എന്ത്? ഉപജീവനം. അതായത് നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആർക്കൊക്കെ ഇബാദത്ത് ചെയ്യുന്നുവോ അവരാരും നിങ്ങൾ ശ്വസിക്കുന്ന വായു അത് തരുന്നുണ്ടോ? നിങ്ങൾ തിന്നുന്ന ഭക്ഷണം തരുന്നുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം തരുന്നുണ്ടോ? നിങ്ങൾക്ക് ആരോഗ്യം തരുന്നുണ്ടോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സമ്പത്തോ മറ്റു സഹായങ്ങളോ രോഗശമനമോ എന്തെങ്കിലും നിങ്ങൾക്ക് അവർ നൽകുന്നുണ്ടോ? ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹു മാത്രമാണ്. എന്നിട്ട് പറയാണ്, ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ, അതുകൊണ്ട് ഫബ്തഗൂ നിങ്ങൾ തേടുക, ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അരിസ്ഖ, എന്ത്? റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എല്ലാ റിസ്ക്കും നൽകുന്നവൻ. അതാണല്ലോ ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിച്ച ജനങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞത് കാണും, ലാ അഹദുൻ അസ്ബറു അലാ അദൻ യസ്മഉഹു മിനല്ലാഹി അസ്സ വജല്ല, എന്ന് പറഞ്ഞാൽ ഒരു ശല്യം കേട്ടിട്ട് അതിങ്ങനെ സഹിച്ച് ക്ഷമിക്കുന്നവൻ അള്ളാഹുവിനേക്കാളും വേറൊരാളുമില്ല. അള്ളാഹുവാണ് ഏറ്റവും ശല്യം സഹിച്ച് ക്ഷമിക്കുന്നവൻ. ഇന്നഹു യുശ്റകു ബിഹി വയുജഅലു ലഹുൽ വലദു, അള്ളാഹ് കേൾക്കുന്ന ആ ശല്യം എന്താ? ഇന്നഹു യുശ്റകു ബിഹി, അള്ളാഹു പങ്കു ചേർക്കപ്പെടുന്നു, വയുജഅലു ലഹുൽ വലദ്, അവന് സന്താനമുണ്ട് എന്ന ആളുകൾ പറഞ്ഞ് അള്ളാഹുവിന് സന്താനത്തെ സ്ഥാപിക്കുന്നു. സുമ്മ ഹുവ യുആഫീഹിം വയർസുഖുഹും, എന്നിട്ടും അള്ളാഹ് എന്ത് ചെയ്യുന്നു? ആ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്നവർക്ക് എന്ത് ചെയ്യുന്നു? ആഫിയത്തും കൊടുക്കുന്നു, വയർസുഖുഹും റിസ്ക്കും നൽകുന്നു. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് റിസ്ക്. അതുകൊണ്ട് ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ. നമ്മളെ ഒരുപാട് പ്രാർത്ഥനകളിൽ നമ്മൾ തേടുന്നതാണ് വർസുഖ്നി. 2 സുജൂദുകൾക്കിടയിൽ കുറഞ്ഞ സമയമാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും 7 കാര്യങ്ങൾ ചുരുങ്ങിയത് ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വആഫിനി വഹ്ദിനി വർസുഖ്നി വർഫഅനി. ചില ഹദീസുകൾ അത് 5 ലഫ്ളുകളുണ്ട്. ഏതാണ് നിങ്ങൾ പഠിച്ചത് അത് നിർവഹിക്കുക. അതിലൊക്കെ വർസുഖ്നി, അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തുകൊണ്ടോ, വർഹംനി, എന്നോട് റഹ്മത്ത് ചെയ്യും, കരുണ കാണിക്ക്, വജ്ബുർനി, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടോ, ഞാൻ അകപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടോ. അങ്ങനെ 7 കാര്യങ്ങൾ. അതിൽ വർസുഖ്നി, എനിക്ക് റിസ്ക് കൊണ്ടോ. ആ റിസ്കിൽ ആഫിയത്തുണ്ട്. പക്ഷെ റിസ്ക് പറഞ്ഞാൽ പൊതുവായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാറ്റിനും പറയുന്ന വാക്കാണ് റിസ്ക് എന്നത്. കേവലം ഒരു അന്നം വെള്ളവും മാത്രമല്ല, അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാം റിസ്കുകളാണ്. ഇതുപോലെ വേറെയും ഒരുപാട് ഹദീസുകളിൽ ഒരു സ്വഹാബി വന്നിട്ട്, എനിക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടേണ്ടത് എനിക്ക് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു അറാബിയാണ് വന്നത്. ഈ അറാബി പറയാണ്, ആദാലില്ല, ഇത് അള്ളാഹ്ക്കുള്ളതല്ലേ, എനിക്കുള്ളത് എവിടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൂടെ പറഞ്ഞു കൊടുത്തു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വർസുഖ്നി വആഫിനി വഹ്ദിനി. 5 കാര്യങ്ങൾ പറഞ്ഞു.
നീ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? അല്ലാഹു മഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു കൊണ്ടോ, വർഹംനി എന്നോട് കരുണ കാണിക്ക്, വർസുഖ്നി എനിക്ക് റിസ്ക് കൊണ്ടോ, വ ആഫിനി എനിക്ക് ആഫിയത്ത് കൊണ്ടോ, വഹ്ദിനി എനിക്ക് ഹിദായത്ത് കൊണ്ടോ. ഇതിങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി പറഞ്ഞത് ഇങ്ങനെ എണ്ണം പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പോകുമ്പോൾ സഹാബികളോട് പറഞ്ഞു, അദ്ദേഹം പോയത് ദുനിയാവും പരലോകവും ശേഖരിച്ചു കൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ ആ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു മഗ്ഫിർലി വർഹംനി വർസുഖ്നി വആഫിനി വഹ്ദിനി അത് ഒരാൾക്ക് കിട്ടിയാൽ, ഇതിൽ പറഞ്ഞ കാര്യം അള്ളാഹ് ഒരാൾക്ക് കൊടുത്താൽ പിന്നെ ഓനെ എല്ലാം കിട്ടിയെന്നർത്ഥം. ഈ ദുനിയാവിനുള്ളതും കിട്ടി, ദുനിയാവിലുള്ളത് അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് കിട്ടി, മർഹമത്ത് കിട്ടി, ആഫിയത്ത് കിട്ടി, റിസ്ക് കിട്ടി, ഹിദായത്തും കിട്ടി. ആ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവനെപ്പോലെ അള്ളാഹിനെ മനസ്സിലാക്കിയവൻ ആരാളുള്ളത്? അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും പ്രകീർത്തിക്കാനും ഇതുപോലെ മറ്റൊരു ദിക്റില്ല. അവയെല്ലാം കരസ്ഥമാക്കിക്കൊണ്ടാണ് ആ മനുഷ്യൻ പോയത്, കണ്ടോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ റിസ്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യൻ അവനെക്കുറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുകയോ തേടുകയോ അത്തരം ശക്തികളുടെ രോഗശമനമോ അല്ലെങ്കിൽ മറ്റു പരീക്ഷണം തടുക്കുകയോ ചെയ്യൂല എന്നർത്ഥം. കാരണം അതിനൊക്കെ തരാൻ കഴിയുക അള്ളാഹുവിന് മാത്രം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ജനങ്ങളോട് പറയാണ്, ഫബുത്തഗു ഇൻദല്ലാഹി റിസ്ക, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് റിസ്ക് തേടി, എന്നിട്ട് വഅ്ബുദൂഹു, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യൂ, വഷ്കുറൂല, നിങ്ങൾ അവന് നന്ദി കാണിക്കൂ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, പിന്നെ അന്നമിൻ അസ്ബാബി തഹ്സീലി റിസ്ഖി വ ബഖാഇഹി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് റിസ്ക് ഉപജീവനം ലഭിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. ഓ ബഖാഇഹി, അള്ളാഹ് തരുന്ന റിസ്ക് അവനിൽ ശേഷിക്കണം, നിലനിൽക്കാനും ചെയ്യേണ്ട കാരണങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന് അൽ ഇബാദത്ത്, അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക, വശുക്ർ, അവന് നന്ദി കാണിക്കുക. അതുകൊണ്ട് ഫഖൗലുഹു വഅ്ബുദൂഹു, അള്ളാഹുവിൻ്റെ വാക്ക് വഅ്ബുദൂഹു, നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യൂ എന്നത് ഹാദാ സബബുൽ ലിർസ്ഖി, അത് റിസ്കിനുള്ള കാരണം. വ ഖൗലുഹു വഷ്കുറൂ ലഹു, നിങ്ങൾ അവന് നന്ദി കാണിക്കുന്നുള്ളതോ ഹാദാ സബബുൻ ലിൽ ബഖാഇ, അള്ളാഹ് തരുന്ന റിസ്ക് നമ്മിൽ എന്ത് ചെയ്യണം? നല്ല പോലെ നിലനിൽക്കണം. അതാണല്ലോ വ ഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങളുടെ റബ്ബിത പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ അവന് നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് എന്ത് ചെയ്യും? അനുഗ്രഹങ്ങൾ അവന് വർദ്ധിപ്പിച്ച് ഇങ്ങനെ നൽകും. അപ്പോൾ അള്ളാഹുവിന് ശരിയായ റിസ്ക് ലഭിക്കാൻ അവന് ഇബാദത്ത് ചെയ്യുക. ആ ലഭിച്ച റിസ്ക് നമ്മുടെ ആഫിയത്താവട്ടെ, നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നമുക്ക് ലഭിക്കുന്ന എല്ലാം അതിങ്ങനെ നിലനിന്നിട്ട് എന്ത് ചെയ്യുക? അവന് നന്ദി കാണിച്ച് ജീവിക്കുക. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കുകൾ ഓരോന്നും നമ്മൾ മുഖവിലൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഇബ്രത്തുണ്ട്. എന്നിട്ട് അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ ഉണർത്തി, ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുക. വഇൻ തുകദ്ദിബൂ, ഇനി നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ, വഇൻ തുകദ്ദിബൂ ഫഖദ് കദ്ദബ ഉമമും മിൻ ഖബ്ലിക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറയാണ്, ഞാനിങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തെ കളവാക്കുന്നു, എന്നെ കളവാക്കുന്നു. എന്നാൽ ഫഖദ് കദ്ദബ ഉമമും മിൻ ഖബ്ലിക്കും, ഫഖദ് കദ്ദബ, തീർച്ചയായും കളവാക്കിയിട്ടുണ്ട്, ഉമമുൻ, ഉമ്മത്ത്, ഉമമ്, ഒരുപാട് സമുദായങ്ങൾ, മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളവാക്കുന്ന പക്ഷം ഇതൊരു പുത്തരിയല്ല, ഇതൊരു പുതിയ വിഷയമൊന്നുമല്ല. മുമ്പുള്ള മനുഷ്യന്മാരും നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനത തൊട്ട് ആദും സമൂദും ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയും ഒക്കെ അവരെ കളവാക്കിയിട്ടുണ്ട്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, ഒരു റസൂലിനെ സംബന്ധിച്ചിടത്തോളം വമാ അലർ റസൂലി, റസൂലിൻ്റെ മേൽ ഇല്ല, ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനമല്ലാതെ. നിങ്ങളെ നിർബന്ധിച്ച് ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം പറഞ്ഞു തരുന്നു. എന്നെ നിയോഗിച്ച അള്ളാഹു നിങ്ങൾക്കിത് പറഞ്ഞു തരാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, അല്ലാതെ നിർബന്ധിക്കേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം.
അപ്പോൾ നബിമാരുടെ തൗഹീദി പ്രബോധനം അത് സ്വീകരിച്ചാൽ അത് മനുഷ്യർക്ക് നല്ലതാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ നാശം ഇവിടെ നിന്ന് തന്നെ കിട്ടും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരെ സഹായിക്കുകയും ചെയ്യും. അതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അടുത്ത ആയത്ത്, അവലം യറവു, അവർ കാണുന്നില്ലേ, റആ കൈഫ, എങ്ങനെയാണ്, യുബ്ദിഉല്ലാഹുൽ ഖൽഖ, ബദഅ അബ്ദഅ ആരംഭിച്ചു, യുബ്ദിഉല്ലാഹു അല്ല എങ്ങനെയാണ് തുടക്കം കുറിച്ചത്, അൽ ഖൽഖ സൃഷ്ടിപ്പ്, സുമ്മ യുഈദുഹു പിന്നെ അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവൻ സൃഷ്ടിക്കുന്ന ഓരോന്നും ഭൗതിക ലോകത്ത് ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യരാണെങ്കിൽ ആദം അലൈഹിസ്സലാം മുതൽ ഇന്നും എന്ത് ചെയ്യുന്നു, ആ സൃഷ്ടിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരിങ്ങനെ ജനിച്ചു വീഴാണ്. ഗർഭം ചുമക്കുന്ന ഏത് ജീവജാലങ്ങളാണെങ്കിലും അത് ശിശുക്കളെ പ്രസവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയൊരു മുളച്ചു പൊന്തുന്ന ഒരു വിത്ത്, അത് അതിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമുഖം പച്ച പിടിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ആവർത്തനത്തിൽപ്പെട്ടതാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും പരലോകം, മനുഷ്യരുടെ രണ്ടാമത്തെ ജന്മം, മരണശേഷം ജീവിതമുണ്ട്. അത് സുമ്മ യുഈദുഹു അള്ളാഹ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനുഷ്യരെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൻ്റെ കഴിവ് കുദറത്ത് ബോധ്യപ്പെടുത്താൻ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണത്. ഇവിടെ തഫ്സീറിൽ കാണാം, യദ്കുറുല്ലാഹു തആല മാ യദുല്ലു അലാ അന്നൽ ബഅസ ഹഖ്ഖുൻ, ബഅസ് മനുഷ്യരെ രണ്ടാമത് ജീവിക്കുമെന്നത് ഹക്കാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന തെളിവുകളാണ് ഇത് എന്നർത്ഥം. അവലം യറവു അവർ കാണുന്നില്ലേ, കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ അള്ള സൃഷ്ടിപ്പ് എങ്ങനെയാണ് ആരംഭിക്കുന്നത്, സുമ്മ യുഈദുഹു എന്നിട്ടതാ അവൻ അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഖൽഖുൽ ഇൻസാനി നുത്ഫത്തൻ സുമ്മ അലക്കത്തൻ സുമ്മ മുളുകത്തൻ, ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പെടുത്തു നോക്കിയാൽ ബീജത്തുള്ളികൾ, പിന്നെ അതിനെ ഭ്രൂണമായി, പിന്നെ അതിനെ മാംസപിണ്ഡമായി അതിനെ വരുത്തുന്നു. ഹത്താ യതകാമല ഖൽഖുഹു, അങ്ങനെ മനുഷ്യൻ പൂർണ്ണമായ ഒരു സൃഷ്ടിയായി മാറി. സുമ്മ ഇആദതുഹു ഹയ്യൻ ഫിൽ ആഖിറതി ഇൻദൽ ബഅസി, പിന്നെ അവൻ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ പരലോകത്തത അവൻ മണ്ണടിഞ്ഞ മനുഷ്യനാണ് വീണ്ടും ജീവനോടെ തിരിച്ചു വരുന്നത്. അത് ഇതിൻ്റെ ഭാഗമാണ്. സുമ്മ യുഈദുഹു അവൻ ആവർത്തിക്കുന്നു. അതുപോലെ അവലം യറവു കൈഫ യുബ്ദിഉല്ലാഹു അസ്സിമാറ ഫതഹിയ, അള്ളാഹു ഈ പഴവർഗ്ഗങ്ങൾ, കായ്ക്കനികൾ അവയെ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. ഫതഹിയ അത് ജീവനോടെ വളരുന്നു. സുമ്മ തഫ്ന പിന്നത് നശിക്കുന്നു, ഉണങ്ങിപ്പോകുന്നു. സുമ്മ യുഈദുഹ അബദ പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിനെ ആവർത്തിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അന്നഹു ഖലഖ മിൻഹു വലദൻ വ ഖലഖ മിനൽ വലദി വലദൻ, മനുഷ്യനിൽ നിന്ന് സന്താനത്തെ അവൻ സൃഷ്ടിച്ചു, ആ സന്താനത്തെ വീണ്ടും സന്താനം സൃഷ്ടിച്ചു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ത് ചെയ്യുന്നു, മനുഷ്യനൊരു വലിയ ദൃഷ്ടാന്തമായി ബോധ്യപ്പെടുന്ന നിലക്ക് അത് ഇവിടെ ഇങ്ങനെ ആവർത്തിക്കുന്നു. സൂറത്ത് റൂമിലെ 27-ാമത്തെ ആയത്തിൽ വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി, അവനാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുകയും പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നത്, അത് അവന് എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ വേറെയും ആയത്തുകളിൽ നമുക്ക് ഇത്തരം ആയത്തുകൾ കാണാൻ കഴിയും. ഇന്ന ദാലിക അലല്ലാഹി യസീർ, എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. ഖുൽ പറയുക, സീറൂ ഫിൽ അർളി നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, ഫൻളുറൂ എന്നിട്ട് നിങ്ങൾ നോക്കുക, കൈഫ ബദഅൽ ഖൽഖ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളോടുള്ള ഒരു അഭിസംബോധനയാണ് വിശുദ്ധ ഖുർആനിൽ സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. അത് പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ ശിക്ഷ ഇറങ്ങിയ പ്രദേശത്തുകൂടെ പോകുമ്പോൾ ഒന്നുകിൽ ആ പ്രദേശം
അതിലൂടെ അതിവേഗത്തിൽ കരഞ്ഞുകൊണ്ട് ഓടുമായിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങൾ അങ്ങനെ പോയി സന്ദർശിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ മക്കത്തും ഒക്കെ പോയാലും പിന്നെ അസ്ഹാബുൽ ഫീൽ, ആനക്കലഹമുണ്ടായ കഅബ തകർക്കാൻ വന്ന അബ്രഹത്തിനെയും ആളുകളെ നശിപ്പിച്ച സ്ഥലത്തിലൂടെ നമ്മളവിടെ സിയാറത്ത് നടത്തുമ്പോൾ ബസ് ഡ്രൈവർമാർ പോലും അവിടെ നിർത്താൻ സമ്മതിക്കില്ല. അവർ വേഗം ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഓടുവിൻ, അവിടെ നിൽക്കാൻ പാടില്ല എന്ന്. ഒരിക്കലൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അറിയാതെ അവിടെ വെച്ച് ഭക്ഷണവും എല്ലാം തയ്യാറാക്കി സ്വഹാബികൾ. അത് പിന്നീട് ശിക്ഷ ഇറങ്ങിയ പ്രദേശമാണെന്നപ്പോൾ ആ ഭക്ഷണം പോലും, ആ വെള്ളം, ആ കലം പോലും അവിടെ ഒഴിവാക്കിയിട്ട് പോരാൻ പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അത് സത്യനിഷേധികളോട് അവർക്ക് പാഠം ഉൾക്കൊള്ളാനാണ് സീറൂഫിൽ അർ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് ഫൻളുറു, നിങ്ങൾ നോക്കുവിൻ, കൈഫ, എങ്ങനെയാണ്, ബദ അൽ ഖൽഖ, അവൻ സൃഷ്ടിപ്പ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം ഏത് കാര്യത്തിലും മനുഷ്യർ ചിന്തിക്കാൻ പോന്നതാണ് അത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അള്ളാഹു പരലോകം സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ഈ ഭൗതിക ലോകത്ത് അള്ളാഹു വച്ച തെളിവുകൾ, അതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഈ പറയുന്നത്. സൂറത്ത് യാസീനിൻ്റെ അവസാന ഭാഗത്തുണ്ടല്ലോ, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മനുഷ്യന് തന്നെ നമുക്ക് അള്ളാഹു അറിയാണ്, അവൻ എനിക്ക് ഉദാഹരണം പറഞ്ഞു തരികയാണ്. പക്ഷെ അവൻ അവൻ്റെ സൃഷ്ടിപ്പ് മറന്നു. അവൻ ചോദിക്കുന്നു, ഈ ഉണങ്ങി ദ്രവിച്ച എല്ലുകളെ ആ ദ്രവിച്ച ശേഷം ആരാണ് ജീവിപ്പിക്കുക? ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യ തവണ അതിനെ ഉണ്ടാക്കിയവനാരോ അതിനെ ജീവിപ്പിക്കും. വഹു ബികുല്ലി ഖൽഖിൻ അലീം. എന്നിട്ട് പറഞ്ഞു, അല്ലദീ ജഅല ലക്കും മിനശ് ശജറിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും. എന്നിട്ട് അവിടെ ഒരു വെല്ലുവിളി പോലെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അതുപോലുള്ള ഇതിനെ സൃഷ്ടിക്കാൻ, പടക്കാൻ കഴിവുള്ളവനല്ലേ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കാര്യം ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ, അതിനോടുണ്ടാകൂ, ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും എന്ന് പറഞ്ഞ പോലെ. അതാണ് ഇവിടെ ചിന്തിപ്പിക്കുന്നത്. അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചിട്ടുള്ളത് എന്നൊന്ന് പോയി കണ്ട് ബോധ്യപ്പെടൂ. സുമ്മല്ലാഹു യുൻഷിഉൻ നശ്അത്തൽ ആഖിറ. പിന്നെ ഇവിടെ ഈ ഭൗതിക ലോകത്ത് അവൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ച്, ഭൗതിക ലോകത്ത് തന്നെ മനുഷ്യനാണെങ്കിലും മറ്റ് ജീവജാലങ്ങളും മറ്റ് എന്താവട്ടെ അതിൻ്റെയൊക്കെ സൃഷ്ടിപ്പ് ആവർത്തിക്കുന്ന അള്ളാഹു. സുമ്മല്ലാ, പിന്നെ അള്ളാഹു യുൻഷിഉ, ഉണ്ടാക്കുന്നു, അൻ നശ്അത്തൽ ആഖിറ, അവസാനത്തെ ഉണ്ടാക്കൽ. അതെന്താണ്? അതാണ് യൗമുൽ ഖിയാമ, യൗമുൽ ആഖിറ, പരലോകം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ സൃഷ്ടിപ്പ് ആവർത്തിക്കുന്ന അള്ളാഹു പരലോകം സംവിധാനിച്ച് ആ പരലോകത്ത് മനുഷ്യരെ വീണ്ടും മനുഷ്യരായി കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കഴിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ദുർബലനും, അള്ളാഹുവാണ് കഴിവുള്ളവൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സൂറത്ത് ഹജ്ജിലെ 46-ാമത്തെ ആയത്തിൽ അഫലം യസീറു ഫിൽ അർളി, ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ, ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ, അവർക്ക് ചിന്തിക്കുന്ന ഹൃദയങ്ങളുണ്ടോ, ഔ ആദാനുൻ യസ്മഊന ബിഹാ, കേൾക്കുന്ന കാതുകളുണ്ടോ, ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. യഥാർത്ഥത്തിൽ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, നെഞ്ചുകളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കണ്ണുകൾ കൊണ്ട് പലതും കാണുന്നു, പക്ഷേ ആ കാഴ്ചയെ അവൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കാനോ ഇതിൻ്റെ പിന്നിലുള്ള ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. സൂറത്ത് ഫുസ്സിലത്തിൽ അവസാന ഭാഗത്ത് സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അംഫുസിഹിം, ഈ ഭൂമുഖത്ത് ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. വഫി അംഫുസിഹിം, അവിടെ ശരീരങ്ങളിലും
ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖു, അള്ളാഹുവാണ് ഹക്കായിട്ടുള്ളവനെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കും. അതാണ് ഇവിടെ പറഞ്ഞ സുമ്മല്ലാഹു. ഒന്ന് അവൻ സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നു, അവസാനം സുമ്മല്ലാഹു യുൻഷിഉ നശ്അത്തൽ ആഖിറ, പരലോകത്തെ അവസാനത്തെ ഉണ്ടാക്കൽ. അതിന് തഫ്സീറിൽ കൊടുത്തത് അല്ലാഹുല്ലദീ ബദഅൽ ഖൽഖ മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിപ്പ് ആരംഭിച്ചു. യുൻഷിഉഹു നശ്അത്തൻ സാനിയത്തൻ ബഅദ ഫനാഇഹി, ആ അവൻ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ നാശം കഴിഞ്ഞ ശേഷം, അവൻ നശിച്ച ശേഷം അവനെ രണ്ടാമത് അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യുന്നു. സൂറത്ത് ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുന്നു, അഫ അഈന ബിൽ ഖൽഖിൽ അവ്വൽ, ആദ്യ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹ് ചോദിക്കുക, ആദ്യ സൃഷ്ടിപ്പ് കൊണ്ട് നാം കുഴങ്ങിയോ, നാം ക്ഷീണിച്ചോ? ബൽഹും ഫീ ലബിസിൻ മിൻ ഖൽഖിൻ ജദീദ്, ആ പുതിയ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ സംശയത്തിലാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ, അതുപോലെ ശത്രുക്കൾക്ക്, നിഷേധികൾക്ക് ബോധ്യപ്പെടാൻ ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് പോയി നോക്കിയാൽ കാണാവുന്നതാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത സമയം ഭംഗിയായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അല الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله لا إله إلا الله اللهم صل وسلم اللهم رب هذه الدعوة التامة والصلاة القائمة അടുത്തായത് യുഅദ്ദിബു മൻ യശാഉ വയർഹമു മൻ യശാഉ വഇലൈഹി തുഖ്ലബൂൻ. അല്ലാഹു മനുഷ്യൻ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ തൗഹീദും
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഓർമ്മപ്പെടുത്തുകയാണ്, യുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. വയർഹമു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ കരുണ കാണിക്കും. അള്ളാഹു റഹ്മത്ത് ചൊരിയുക എന്ന് പറഞ്ഞാൽ 3 നിലക്കാണ് അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുക. ഒന്ന്, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാം, അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. രണ്ടാമത്തത്, നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുക, അത് അള്ളാഹിൻ്റെ റഹ്മത്താണ്. മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാം. അള്ളാഹുവിനോട് നമ്മൾ കരുണ ചൊരിയണേ, അല്ലാഹുമ്മ റഹംനി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾക്കാണ് നമ്മൾ തേടുന്നത്. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുന്നു, അത് അവൻ്റെ റഹ്മത്താണ്. നമ്മൾ ഭയപ്പെടുന്ന ഏതൊക്കെ കാര്യങ്ങൾ അതിന് നമുക്ക് രക്ഷ നൽകുക, അത് റഹ്മത്താണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാം. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും ധിക്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹ് ഇവിടുന്ന് ശിക്ഷ കൊടുത്തിട്ടുള്ളൂ. ഇന്നഹും കാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം എന്ന് പറഞ്ഞല്ലോ. ഫക്കാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം. അവർ ഹിൻസുൽ അലീം എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബർ എന്നാണ്, വലിയ ഷിർക്ക്. ആ വലിയ ഷിർക്കിൽ അവർ ഉറച്ചു നിന്നു. ഏത് തെറ്റും അത് ധിക്കാരപൂർവ്വം ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടുക. ഒരാളുടെ അടുത്തൊരു അബദ്ധം വന്നു എന്നൊരു അള്ളാഹുവിൻ്റെ ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. എന്നാലും അള്ളാഹു ഒരു പക്ഷേ തൗഹീദ് സ്വീകരിച്ച് ഈമാനിൻ്റെ കണിക എങ്കിലും മനസ്സിലുള്ളവർക്ക് അള്ളാഹു പരലോകത്ത് ഇനി ശിക്ഷ കൊടുത്താൽ തന്നെ അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എവിടെയും അതിവിശാലമായി നമുക്ക് കാണാനും കഴിയുക, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെടുത്തു നോക്കിയാൽ അള്ളാഹിൻ്റെ റഹ്മത്താണോ അല്ലെങ്കിൽ റഹ്മത്തിന് വിപരീതമായ എന്തെങ്കിലും ആണോ എന്ന് വെച്ചാൽ റഹ്മത്ത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹിൻ്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ അസ്അലുക മിൻ ഫദ്ലിക വ റഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അള്ളാഹുവേ നിൻ്റെ ഫദ്ലും റഹ്മത്തും ഞാൻ ചോദിക്കുന്നു. ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത, നീ അല്ലാതെ അത് ഉടമപ്പെടുത്തുന്നില്ല, എനിക്ക് റഹ്മത്ത് ചൊരിയാൻ നിനക്ക് കഴിയുമെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാവിലെയും വൈകുന്നേരവും ഉപേക്ഷ വരുത്താതെ പ്രാർത്ഥിച്ചിരുന്നു എന്ന പ്രാർത്ഥന നമ്മെ റഹ്മത്ത് കൊണ്ട് വലയം ചെയ്യാനാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വ ആമിൻ റൗആതി. അല്ലാഹുമ്മ ഹഫ്ഫദ്നി മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ അഊദു ബിക വ മിൻ ഫൗഖി വ അഊദു ബി അളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. എന്നാൽ നമ്മൾ ഈ ഭൗതിക ലോകത്തും നമ്മുടെ ഖബറിലും നമ്മുടെ പരലോകത്തും അള്ളാഹുവിൽ നിന്ന് ഒരു ഹിഫ്ള് തേടാൻ, അവൻ്റെ റഹ്മത്ത് തേടാൻ. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന രാവിലെ ഒരു വട്ടം വൈകുന്നേരം ഒരു വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തിന് നമ്മൾ വിധേയമാകുക, അവൻ ശിക്ഷിക്കാൻ ഇടവരുന്ന തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. അതാണ് യുഅദ്ദിബു മൻ യശാ വ യർഹമു മൻ യശാ എന്ന് പഠിക്കുമ്പോൾ നമുക്ക് പകർത്താനുള്ളത്. വ ഇലൈഹി തുഖ്ലബൂൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. കലബ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. വൈലൈഹി തുഖ്ലബൂൻ, തുഖ്ലബൂൻ ഇവിടെ അർത്ഥം കൊടുത്തത് തുറദ്ദൂനാണ്, നിങ്ങൾ മടക്കപ്പെടുന്നത് അവനിലേക്ക് തന്നെയാണ്. ഒരായത്ത് മടക്കാം. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർളി വലാ ഫിസ് സമാ. വമാ അൻതും, നിങ്ങളല്ല, ബിമുഅ്ജിസീന, അശക്തി വരുത്തുന്നവരല്ല, എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുന്നവരല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയോ അവൻ്റെ ആദർശത്തെയോ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഫിൽ അർളി, ഭൂമിയിലാവട്ടെ, വലാ ഫിസ്സമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വാധീനവും അള്ളാഹുവിനെതിരിൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് അവനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. വമാ ലക്കും മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഇല്ലതാനും, മിൻ വലിയ്യിൻ, ഒരു രക്ഷകൻ, ഒരു വലിയ്യ്, ഒരു ഉറ്റ ബന്ധു, വലാ നസീർ, ഒരു സഹായിയും നിങ്ങൾക്കില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതിന് മുമ്പ്
ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചേരണം, അള്ളാഹുവിനോട് ബന്ധപ്പെടണം. അതാണ് സൂറത്ത് ദാരിയാത്തിൻ്റെ അവസാനം, ഫഫിറൂ ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിച്ചൊല്ലുവിൻ. അവിടെ അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ആകാശഭൂമികളിലെ മനുഷ്യന് ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് അവസാനമാണ് പറഞ്ഞത് ഫഫിറൂ ഇലല്ലാ, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുവിൻ. ആയത്തിൻ്റെ തഫ്സീറിൽ നാസിർ സഅദി റഹ്മഹുല്ല ആധുനിക മുഫസ്സിർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുലേക്ക് ഓടിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒന്ന് മിനൽ ജഹ്ലി ഇലൽ ഇൽമി, അറിവില്ലായ്മയിൽ നിന്ന് അള്ളാഹിനെ അറിയുന്നതിലേക്ക് ഓടിച്ചെല്ല. ഒമിനൽ കുഫ്രി ഇലൽ ഈമാൻ, കുഫറിൽ നിന്ന് ഈമാനിലേക്ക് നിങ്ങൾ ഓടണം. ഒമിനൽ മഅസിയത്തി ഇല ത്വാഅ, അള്ളാഹിനെ ധിക്കരിച്ച് പ്രവർത്തിക്കുന്നതിന് അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് ഓടിച്ചല്ല. ഒമിനൽ ഗഫ്ലത്തി ഇല ദിക്രില്ല, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നതിൽ നിന്ന് അള്ളാഹിനെ ഓർത്തു ജീവിക്കുന്നതിലേക്ക് നിങ്ങൾ ഓടുക. അള്ളാഹു നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിലേക്കൊരു ഹൃദയബന്ധമുള്ള, അവൻ തൃപ്തിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അള്ളാഹു അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ, മുവഹിദുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് ശിഫയും ആഫിയത്തും കനിഞ്ഞു നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ നമ്മുടെ മാതാപിതാക്കളിൽ അള്ളാഹു അവൻ്റെ മർഹമത്തും മഗ്ഫിറത്തും ഫദ്ലും ചൊരിഞ്ഞ് സഹായിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.